മുടി ചെയ്യാറില്ലേ, ചീപ്പ് ആവശ്യമില്ലേ? ഉപയോഗിക്കാറില്ല. കൈ ഉപയോഗിച്ചിട്ടുള്ളത് കൈ കൊണ്ട് ചെയ്യാറേ ഉള്ളൂ. അതെ, എന്താ ഒരു കാലത്ത് ഉപയോഗിച്ചിട്ടില്ലേ? അതോ സ്കൂളിൽ പഠിക്കുമ്പോ? ഞാൻ ഉപയോഗിക്കാറില്ല. പക്ഷെ സ്കൂളിലൊക്കെ നമ്മൾ വളരെ സ്ട്രിക്റ്റ് അല്ലേ, പ്രത്യേകിച്ച് ലോയോളയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവിടെ അങ്ങനെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട്. സെന്റ് തോമസിൽ ഇടയ്ക്ക് ഇച്ചിരി വലുതായപ്പോ അവര് പറയായിരുന്നു മുടി വെട്ടാൻ പറയായിരുന്നു. അല്ലാതെ മുടി ചെയ്യണമെന്നൊന്നും ഞാനും വല്ലതും ചെറുപ്പത്തിൽ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. അങ്ങനെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രൊഫഷൻ, ഒരു ലെക്ചർ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു ലോ പ്രാക്ടീസ് ചെയ്തിരുന്ന ആളായിരുന്നു. ഈ രണ്ട് പ്രൊഫഷനും ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയവും എല്ലാം തമ്മിൽ ചില ബന്ധങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഓരോ പ്രൊഫഷനിലും ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ചെയ്ത, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ടീച്ചിങ് വളരെ ഇഷ്ടമായിരുന്നു എനിക്ക്. ടീച്ചിങ്, അത് സ്റ്റുഡൻസുമായിട്ടുള്ള ഇന്ററാക്ഷനും അവരുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും അവരെ പഠിപ്പിക്കാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. നമുക്ക് ഇൻസ്പയർ ചെയ്യുന്ന വീഡിയോസ് ഉണ്ട്, ഞാൻ അതൊക്കെ അവരെ കാണിക്കുകയാണ്. അപ്പൊ അവർക്ക് ഇൻസ്പയർ ആവുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, അപ്പൊ അതും ഈ പൊളിറ്റിക്കൽ ലൈഫായിട്ട് ഞാൻ കാണുമ്പോൾ ഇവിടെ ഒത്തിരി പേര് നമ്മൾ സഹായിക്കാൻ ശ്രമിക്കും. അപ്പൊ ആ സഹായിക്കാൻ ശ്രമിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റം, സഹായം കൊണ്ട് അവർക്ക് വരുന്ന വ്യത്യാസം, അപ്പൊ ഞാൻ ചെയ്യുന്ന കണ്ട് മറ്റൊരാൾ ചെയ്യുമ്പം അതിലുള്ള സന്തോഷം. അപ്പം ടീച്ചിങ് ഇതുമായിട്ട് നല്ല ഇതുണ്ട്. പൊളിറ്റീഷ്യൻ എന്ന നിലയ്ക്ക് അഡ്വക്കേറ്റിനും ഒരു റോളുണ്ട്. ബിക്കോസ് അതിന്റെ ലോ മേക്കിങ്ങും ഒക്കെ ആയിട്ട് ഇന്ത്യ വളരെ കണക്റ്റഡ് ആണ്. പക്ഷെ എനിക്കിങ്ങനെ കൂടുതൽ ട്രാവൽ ചെയ്യാനും ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ ഇഷ്ടമായതുകൊണ്ട് ടീച്ചിങ് ആണ് ഇതുമായിട്ട് ഇച്ചൂടെ യോജിച്ചു പോകുന്നത് എനിക്ക്. പൊതുവെ നമ്മളിങ്ങനെ രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ സമൂഹത്തിൽ കുറച്ച് ഇത്തരത്തിൽ നിൽക്കുന്ന ആളുകളുടെ മക്കളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എല്ലാവരും ഒരു +2 അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോവുക, അവിടെ പഠിക്കുക എന്നുള്ളതാണ്. ഞാൻ നോക്കിയപ്പോ അങ്ങനെ ഒരു കോഴ്സ്, ഒരു സമ്മർ കോഴ്സ് ചെയ്തതല്ലാതെ പുറത്തേക്ക് പോയതേ ഇല്ല. അങ്ങനെ ഒരു ആഗ്രഹം മകനുണ്ടായില്ലേ? അല്ല, ഞാൻ ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞാലും എനിക്ക് തോന്നുന്നു അതിനപ്പുറം എന്നെ സംബന്ധിച്ച് എപ്പോഴും ഇവിടെ തന്നെ ഇൻട്രസ്റ്റ്. എന്റെ രാജ്യം വിട്ട് എനിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞാൻ പഠിക്കാൻ പോയാൽ തന്നെ ഞാൻ ഇവിടെ തന്നെ വരുള്ളൂ. ബിക്കോസ് എന്റെ സംസ്കാരവും എന്റെ രാജ്യവും എന്റെ ഒരു ജീവിത രീതിയൊക്കെ ഈ രാജ്യമായിട്ട് കണക്റ്റഡാണ്. ഈ രാജ്യത്ത് എവിടെ വേണമെങ്കിലും ഐ എം ഹാപ്പി. ബിക്കോസ് നമുക്കൊരു കൾച്ചറുണ്ട്. ആ കൾച്ചർ മാറിപ്പോവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അതൊരു രാജ്യത്തോടുള്ള ഒരു സ്നേഹം കൊണ്ടാന്ന് ഞാൻ പറയാം. രക്തത്തിലൊരു ഇന്ത്യൻ രാഷ്ട്രീയക്കാരൻ കിടക്കുന്നുണ്ടല്ലേ? അത് ഇന്ത്യയുടെ ഏതൊരു വ്യക്തിയുടെയും DNA അതുണ്ട്. ഞാനൊരു ദിവസം ഞാനിങ്ങനെ ഡൽഹിയിൽ ഒരു സ്ഥലത്ത് നടക്കുമായിരുന്നു. അപ്പൊ ഞാനൊരു കുട്ടിയെ കണ്ട്, ആ കുട്ടിക്ക് അവര് പാവപ്പെട്ടൊരു കുട്ടിയാണ്. കുട്ടിക്ക് ഒരു ചായ ഞാൻ മേടിച്ചു കൊടുത്തു. അവൻ ആദ്യം എന്നോട് പറഞ്ഞത് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നുള്ളതാണ്. സോ ബേസിക്കലി അങ്ങനെ ഒരു കൾച്ചറാണ് ഇന്ത്യയിലുള്ളത്. പക്ഷെ അതിനകത്ത് ആരുമായിട്ട് വ്യത്യാസം നമ്മുടെ സംസ്കാരം കാണിക്കാറില്ല. അതുകൊണ്ട് ഈ സംസ്കാരത്തിനോട് എനിക്ക് വളരെയധികം താല്പര്യമുണ്ട്.